അങ്ങനെ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ആഹ്ലാദം കഴിഞ്ഞ് ഉഷാറായി. അതെ, നമ്മളമ്മാതിരി കളവല്ല നാട്ടിലങ്ങോട്ട് അടിച്ചു വിട്ടത്. ഉള്ള പെണ്ണുങ്ങള് മുഴുവൻ നമ്മൾ പറഞ്ഞ കളല് വീഴുകയും ചെയ്ത്. പിന്നെ അതുമല്ല, നമ്മളെ സമുദായത്തിൻ്റെ അകത്തുള്ള നായൂല് മുതൽ വിഷപ്പാമ്പ് വരെയുള്ള നല്ല മൂർക്കം പാമ്പ് വരെയുള്ള സാധനം ഉണ്ടല്ലോ, അത് മുഴുവൻ നമുക്ക് നമ്മളെ കാലിൻ്റെ അടിയിൽ കൊണ്ടുവരാനും കഴിഞ്ഞ്. അത് പോട്ടായി. അതെ, നമ്മൾ പറഞ്ഞ പെരുന്നോണുണ്ടല്ലോ, ആ SIR-ന്റെ ആ നോണ പെണ്ണുങ്ങളിടയിൽ നല്ലോണം അങ്ങോട്ട് കഴിച്ചിന്. അത് മുഴുവനും വോട്ട് വായിക്കുന്നത്. അല്ല, മുമ്പക്കറിയാം ഇത് മോദി ഗവൺമെന്റ് കൊണ്ടുവന്നതാണെന്നു. ന്യൂനപക്ഷമായ നമ്മളെ മുഴുവൻ അങ്ങോട്ട് തള്ളിയിട്ട് നമ്മളെ വോട്ട് വരെ ഇല്ലാണ്ടാക്കിയതാണ് നമുക്ക് ശരിക്കറിയാം. പക്ഷെ നമ്മളത് പിണറായിന്റെ തലയിൽ അങ്ങോട്ട് വെച്ചു കൊടുത്ത് ജനങ്ങളോട് പറഞ്ഞപ്പോ ജനങ്ങൾ അതങ്ങോട്ട് വിശ്വസിച്ച്. അത് നമ്മളെ പെണ്ണുങ്ങളിടയില് 3 മാസം കഴിഞ്ഞാല് ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. അത് നമ്മളെ പെണ്ണുങ്ങളിടയിലേക്ക് ഒന്നും കൂടി ആയിട്ട് കയറ്റി കൊടുത്താല് എന്താവും? ഭരണം ഇമ്പക്ക് ഉറപ്പാണ്, വിജയും ഇമ്പക്ക് ഉറപ്പാ. ലോക്കറേ ബീരാനെ അങ്ങോട്ട് ഉറപ്പിക്കല്ലേ. അതെന്താ? ഈ പരാജയം മനസ്സിലാക്കിയിട്ട് പിണറായി ഇപ്പൊ ഭരണരംഗത്ത് ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. ഓളുടെ പിണറായി വല്ലാത്തൊരു മനുഷ്യൻ തന്നെയല്ലേ. എന്തൊക്കെ മാറ്റം പറയും? ഈ വീട്ടമ്മമാരുണ്ടല്ലോ പൊരയില്, പണിക്കൊന്നും പോകാത്ത വീട്ടമ്മമാര്, ചോറും കൂട്ടാൻ വെച്ചുണ്ടാക്കുന്നു. ഓർക്ക് മാസം 1000 ഉറുപ്പ്യ പെൻഷൻ പൊരയിലെത്തിക്കുക. വേണ്ടാത്തൊന്നും പറയല്ലേ പോക്കറേ. ഈ പത്രം ഒന്നും വായിക്കല്ലോ. നജ്ജ് പറ. 33 ലക്ഷം ആൾക്കാർക്കാണ് 1000 ഉറുപ്പ്യ പൊരയിലേക്ക് എത്തുന്നത്. അല്ലടോ, 33 ലക്ഷം ആൾക്കാർക്ക് എന്തോ പറയില്ലേ പോക്കറേ. 33 ലക്ഷം ആൾക്കാർക്ക് അത് പൈസ കൊണ്ടു കൊടുക്കാം. ഇത് വീട്ടിലെത്തുക. എന്നാലേ നമുക്കൊരു പണി വേറെ ചെയ്യാണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ 33 ലക്ഷം ഉറുപ്പ്യ അങ്ങോട്ട് വാങ്ങിയിട്ട് നമ്മളെ ആൾക്കാർക്ക് നമ്മക്ക് വേഗം കൊണ്ട് കൊടുക്കണോ? ആദ്യം നമ്മളെ ആൾക്കാർ കൊടുക്കാന്നെങ്കിൽ പറയുന്നത്. ആ കൂട്ടത്തിൽ ഒന്നുകൂടി പറയണോ, ഇത് പിണറായി തരുന്നല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് കൊടുക്കുന്നതാണ് പറഞ്ഞ പെണ്ണുങ്ങൾ. അതും അല്ലടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 3 മാസം കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടല്ലേ ഈ പോവുക? ഞാൻ കഴിഞ്ഞിട്ട് പോകുള്ളൂ. ഇനി ഏതായാലും ഇത് കഴിഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാല് നമ്മളെ അമ്മാര് ബുദ്ധി കണക്കുന്നു. കാരണം ആദ്യം ഓരോ വെളു പറഞ്ഞാല് വോട്ടല്ല അതിനപ്പുറം നമുക്ക് കിട്ടും. അടുത്ത തെരഞ്ഞെടുപ്പ് പിടിക്കണം. പിടിക്കണം. അതിന് ചില നീക്കുപോക്കമ്പൾ ഉണ്ടാക്കേണ്ടി വരും. അതില് ഒന്നിപ്പോ BJP ആയിട്ട് ഇപ്പൊ ചെറിയൊരു അലയൻസ് സിമ്പിൾ തിരുവനന്തപുരത്തും കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ ഉണ്ടാക്കിക്കുന്നത്. അത് ശരിയാ, രഹസ്യ. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് പറഞ്ഞാല് ആ രഹസ്യം ഒന്ന് മാറ്റിയിട്ട് പിന്നെ ഇപ്പോ നാട്ടിലിപ്പോ നല്ല വികസനമൊക്കെ ഉണ്ട്. അതുമ്പൊക്കെ അറിയാം, 10 കൊല്ലായിട്ട് നല്ല വികസനം. അത് ജനങ്ങൾ പറയുന്നുണ്ട്. പറയാൻ കഴിയില്ല. അതിനൊരു കളവ് വേറെ അടിക്കണം. അതിപ്പോ എന്താ നോക്കറേ? അതിപ്പോ മോദിന്റെ ഭരണത്ത് കിട്ടിയതാണെന്ന് പറഞ്ഞ അതിലും ജനങ്ങൾ വീഴും. എന്നിട്ട് മുമ്പക്ക് ഈ SIR ഒന്നുകൂടി നന്നാക്കി ഒന്നുകൂടി കടക്കാം. അതിന്റെ കൂട്ടത്തില് ശബരിമല പ്രശ്നം കത്തിക്കാണല്ലോ. എന്നാൽ ഇപ്പൊ ചെറിയ കുട്ടന്മാര് പറഞ്ഞ പൊളിക്കൂ. ആ ശബരിമല പ്രശ്നവും BJP ആയിട്ട് ഒരു ധാരണ, ആ ധാരണയും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ വീരാനെ ഒരു സംശയവും വേണ്ട, നമ്മക്ക് ബലസ. പിന്നെ ഉറപ്പാ ഭരണം കിട്ടിയിട്ട് ബലസ. ഒന്ന് പൊളിക്കണം. പൊളിക്കണമല്ലേ?